പിന്നെ എന്നെ പറ്റി പറഞ്ഞു, ഞാനത് കാര്യമാക്കുന്നില്ല. എന്തോ വ്യാജനം, നാണമില്ലടാ നിനക്കൊക്കെ. 1.5 വർഷമായിട്ട് ഏത് വാഴയാടാ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? 1.5 വർഷമായിട്ട് എനിക്കെതിരെ നിന്റെയൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എത്ര പോലീസാണ് അന്വേഷിച്ചേ? ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവന്നില്ലേ? എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു? ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ വ്യാജ 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 എന്ന് കരയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിന്റെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായിലെ വീട്ടിൽ വരുമ്പോ നിന്നെയൊക്കെ അകത്തേക്ക് കയറ്റുമെങ്കിൽ ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി തീർത്താൽ മതിയെന്ന് എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരുട്ടിൽ ഫ്ലക്സ് ബോർഡ് വെച്ചവന്മാരോട് പറയുക. ആ ബോർഡ് തകർക്കാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണം. ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർത്തു. അതാ ഞാൻ പറഞ്ഞത്, പുറത്തുള്ള മാക്സും ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് അംബേദ്കർ ഏതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അതുള്ളപ്പോ അമ്മ ഏതാ പെങ്ങളേതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തവന്മാരാണ് നമ്മളെ ഗാന്ധിയെ തിരിച്ചറിയണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഗാന്ധിയുടെ സ്തൂപം നിന്ന സ്ഥലത്ത് തന്നെ ശ്രീ കെ സുധാകരൻ തറക്കല്ലിട്ട് അതേ മണ്ണിൽ തന്നെ ഗാന്ധിയുടെ സ്തൂപം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുകയും ചെയ്യും, ഉയർത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ആ ഗാന്ധി പ്രതിമ അവിടെ വന്ന് അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും. നീയൊക്കെ തകർക്കാൻ പറ്റുമെങ്കിൽ തകർക്ക്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധി നിന്ന് നടത്തിയവന്മാർ, ഗാന്ധിജി നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്ത പണം കൊണ്ട് പത്രം തുടങ്ങിയവന്മാരല്ലേ നിങ്ങള്? അതുകൊണ്ട് ആ ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങൾ കാണിക്കുന്ന ഗാന്ധി നിന്ദയൊന്നും അത്ര വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇവിടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അതിർത്തിയിലെ എല്ലാ പ്രദേശത്തുമുള്ള മനുഷ്യന്മാർ ജീവഭയത്താൽ കഴിയുമ്പോൾ, അങ്ങനെ ജീവഭയത്താൽ കഴിയുമ്പോഴും നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനോട് ഒരു കടുകുമണിയുടെ കോംപ്രമൈസ് പോലും ചെയ്യില്ല എന്ന് കരുതിക്കൊണ്ട് അതിർത്തിയിൽ ഒരു മനുഷ്യൻ പോലും മാറാതെ ഈ രാജ്യത്തെ വീരന്മാരായ സൈനികന്മാർ കണ്ണിമ ചുമ്മാതെ അതിർത്തിയിൽ കാവലിരിക്കുമ്പോ ഒരു രാജ്യം മുഴുവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ പ്രിയപ്പെട്ട പുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അതേ രാത്രിയിൽ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സനീഷിന്റെ വീട്ടിലേക്ക് നിങ്ങൾ അക്രമം അഴിച്ചു വിട്ടില്ലേ? അതേ ദിവസം തന്നെയല്ലേ നിങ്ങൾ ഗാന്ധിജിയുടെ പ്രതിമ തകർത്തത്? എല്ലാം കഴിയുമ്പോ ഞാൻ നോക്കുമ്പോ ഫേസ്ബുക്കിനകത്ത് ഇവന്മാരുടെ ഒരു യൂട്യൂബർ, സ്ഥിരമായി ഗുണവധികാരം അടിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ, ഒരു മുൻ MLA, അയാൾ വന്നിട്ട് പറയുക, അയ്യോ യുദ്ധമൊന്നും പാടില്ല, ഇത് മാനവരാശിക്ക് നല്ലതല്ല, രക്തം ചൊരിയാൻ പാടില്ല. ആരാ പറയുന്നത്? ഇവരുടെ ഒരു യൂട്യൂബർ, പ്രമുഖനായ യൂട്യൂബർ. അയാൾ പറയുകയാണ് രക്തം ചൊരിയാൻ പാടില്ല, മനുഷ്യ സ്നേഹത്തെ പറ്റി ഇങ്ങനെ കവിത രചിക്കുകയാണ്. ഈ മാന്യദേഹത്തിന്റെ ഫേസ്ബുക്ക് ഞാനൊന്ന് നോക്കിയപ്പോ പഹൽഗാമിന്റെ മണ്ണിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ 29 ഇന്ത്യക്കാർ വെടിയേറ്റ് മരിച്ചു. പാകിസ്ഥാന്റെ തീവ്രവാദികളുടെ, പാകിസ്ഥാൻ പട്ടാള സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു. ഈ അഭിനവ മാനവ സംരക്ഷകന്, ഈ അഭിനവ മനുഷ്യ സ്നേഹിക്ക് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പറ്റി ഒറ്റ വരിയുടെ അപലപനം പോലും ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തെ സാധാരണക്കാരായ 29 മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടതിനെ പറ്റി ഒരിട്ട് കണ്ണീര് ഈ അഭിനവ മനുഷ്യ സ്നേഹിക്കില്ല. പക്ഷേ ഭാരതം, ഇന്ത്യ മഹാരാജ്യം അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്ന് പാകിസ്ഥാന്റെ തീവ്രവാദ ബങ്കറുകളിൽ കഴിയുന്ന തീവ്രവാദികളെ കൊന്നപ്പോ ആ രാത്രിയിൽ തന്നെ ഈ അഭിനവ യൂട്യൂബർ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ മാനവ സ്നേഹത്തെ പറ്റി സംസാരിക്കണം, യുദ്ധങ്ങൾ പാടില്ല. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, പ്രിയപ്പെട്ട നേതാവേ, ഈ രാജ്യം ഇങ്ങനെ അതിർത്തിയിൽ കണ്ണിമ ചുമ്മാതെ കാവൽ നിൽക്കുമ്പോ, ഈ രാജ്യം ഒരു യുദ്ധമുണ്ടായാൽ ഈ നാട്ടിലെ ഓരോ പൗരനും ഈ രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ തയ്യാറായി നിൽക്കുന്ന അതേ ദിവസം നിങ്ങളുടെ മലപ്പട്ടത്തെ CPM-ന്റെ കുറേയേറെ എംബോക്കികൾ എന്താ ചെയ്തത്? അവന്മാര് ഉള്ളിൽ കിടക്കുന്ന ജവാന്റെ ബലത്തിൽ ഗാന്ധിയുടെ പ്രതിമ തകർക്കാൻ പോയില്ലേ? സനീഷിന്റെ വീട് നേരെ അക്രമം അഴിച്ചുവിട്ടില്ലേ?